രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4 സംഖ്യകളോട് 50 വീതം കൂട്ടിയാൽ അംശബന്ധം 4:5 ആകും. എങ്കിൽ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻസ് എ 200, ബി 500, സി 350, ഡി 400. അപ്പോൾ ആദ്യം നമുക്ക് എന്താ തന്നിരിക്കുന്നത് അത് നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ ഇസ് ഈക്വൽ ടു 3x, 4x എഴുതാം. സംഖ്യകൾ 3xും 4xും ആയിട്ട് എടുക്കാം. ഈ സംഖ്യകളോട് 50 വീതം കൂട്ടിയാൽ അംശബന്ധം 4:5 ആകും. അപ്പോൾ ഈ സംഖ്യകളോട് 50 വീതം കൂട്ടിയാൽ അംശബന്ധം എഴുതാം. അപ്പോൾ 3x-നോട് 50 കൂട്ടാം. 3x + 50 = 4x + 50 = ഇവിടെ റേഷ്യോ 4:5 ആവുമെന്നാണ് പറഞ്ഞത്. 4:5. നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതിയാൽ മതി കേട്ടോ. അതായത് 3x + 50 / 4x + 50 = 4/5. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5 × 3x + 50 = 4 × 4x + 50. ഇനി ഇൻറ്റു ചെയ്യാം. 5 × 3 15x + 5 × 5 25 ഈ 0 ഇട്ട് കൊടുക്കാം = 4 × 4 16x + 4 × 5 20 ഈ 0 ഇട്ട് കൊടുക്കാം 200. ഇനി നമുക്ക് 16xനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 15x - 16x = 200 - 250നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -250. ഇനി മൈനസ് ചെയ്യാം. 15xൽ നിന്ന് 16x മൈനസ് ചെയ്യുമ്പം ചെറിയ സംഖ്യയിൽ നിന്ന് വലുതാണ് മൈനസ് ചെയ്യുന്നത്. അപ്പം -1x = 200 നിന്ന് 250 ആണ് മൈനസ് ചെയ്യുന്നത്. അപ്പം -50 ചെറുതെന്ന് വലുതാണ് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് നെഗറ്റീവും അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. 1x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. x = 50 കിട്ടി. നമുക്കിവിടെ നിർത്താൻ പാടില്ല. എക്സ് എന്താണെന്നല്ല നമ്മുടെ ചോദ്യം. ഇവിടെ എന്താണ്? എങ്കിൽ സംഖ്യകളുടെ തുക എന്താണെന്നാണ്. അപ്പോൾ സംഖ്യകൾ = 3xും 4xും ആണ്. അപ്പോൾ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 3x + 4x ആണ് = 7x. അപ്പോൾ 7x = 7 × x നമുക്കിവിടെ കിട്ടിയത് 50 ആണ് അല്ലേ? = 7 × 5 35 350. അപ്പോൾ ഇവിടെ സംഖ്യകളുടെ തുക = 350. ഓപ്ഷൻ സി.